എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മിഠായിയുടെ ഷേപ്പുള്ള ഹെയർ ക്ലിപ്പാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ പൊട്ടിപ്പോയ ക്ലിപ്പിൻ്റെയൊക്കെ ഈ ബാക്കിലെ ഈ പിന്ന് മാത്രമേ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. മിഠായിയുടെ ഷേപ്പായ കാരണം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതുപോലുള്ളൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ വീതി എടുക്കുന്നത് 3.5 ഇഞ്ചാണ്. നീളം നമ്മൾ എടുക്കുന്നത് 6 ഇഞ്ചാണ്. ശേഷം ഇനി നമുക്ക് ഇതിനെ ഇതുപോലെ നടു ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ തുറന്നതിന് ശേഷം ഈ സെൻറ്റർ ഭാഗത്തേക്കാക്കിയിട്ട് വേണം നമ്മുടെ മടക്കിൻ്റെ തലപ്പ് വരാൻ വേണ്ടിയിട്ട്. അതുപോലെ നമുക്ക് രണ്ട് സൈഡും മടക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലൂടെ ഓരോ സ്റ്റിച്ച് കൊടുക്കാം. നമ്മളൊന്ന് അയൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് വൃത്തിക്ക് തന്നെ കിട്ടും. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ അരികു വശങ്ങളൊക്കെ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ശേഷം നമുക്ക് ഇതിനെ ഒന്ന് മറിച്ചെടുക്കാം. ഇനി അരികു വശങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ കത്രികയുടെ ഈ കൂർപ്പ് കൊണ്ട് ഇതുപോലെ കുത്തി റെഡിയാക്കി എടുക്കാം. അപ്പം നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ടാപ്പ് എടുത്തതിന് ശേഷം ഒരു 3/4 ഇഞ്ച് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി അടുത്ത സൈഡിലും ഇതുപോലെ തന്നെ നമുക്ക് 3/4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മാർക്കിങ്ങിലൂടെ നമുക്ക് താഴ്ഭാഗം വരെ തയ്ച്ചെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ചാനലിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ലീവ്സ് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഹെയർ ബോസ് ചെയ്യുന്നുണ്ട്, ഹെയർ ക്ലിപ്പ് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർ ആ വീഡിയോ കൂടി ഒന്ന് പോയി കണ്ടു നോക്കുക. ഇപ്പം നമ്മൾ രണ്ട് സൈഡും ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒരു ഹോള് നമുക്ക് കിട്ടും. ഇനി ഈ ഹോളിൻ്റെ അകത്തേക്ക് നമ്മൾ നിറയ്ക്കാൻ പോകുന്നത് കോട്ടൺ ആണ്. ഇനി കോട്ടൺ ഇല്ലാത്തൊരു വിഷമിക്കൊന്നും വേണ്ട. ചെറിയ ചെറിയ പീസ് ഉണ്ടല്ലോ, നമ്മുടെ വെട്ട് കഷ്ണത്തിൻ്റെ ചെറുതാക്കി നുറുക്കി പോലെ ആക്കിയിട്ട് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്താലും മതി. അപ്പം നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ കോട്ടൺ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ സൂചിയിൽ നൂലിട്ടതിന് ശേഷം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത ആ ഒരു പോർഷനിലൂടെ നമുക്ക് ഇതുപോലെ മുകളിലേക്കും താഴോട്ടായിട്ട് കുത്തി തുന്നിയെടുക്കാം. ഇനി ത്രെഡ് ഇതുപോലെ വലിച്ചു കൊടുക്കുക. ഒന്ന് വലിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ചുറ്റി കെട്ടിക്കൊടുക്കാം. അതിന് ശേഷം നമുക്ക് സൂചി കൊണ്ടൊന്ന് തുന്നി കെട്ടിക്കൊടുക്കാം.
അധികം വരുന്ന ത്രെഡ് നമുക്ക് മുറിച്ച് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ നമ്മൾ നൂലിൻ്റെ അടിയിൽ കെട്ടിട്ടതിന് ശേഷം അടുത്ത സൈഡും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു മിഠായി പൊതി പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മിഠായി പോലുള്ള ഇതിൻ്റെ രണ്ട് കെട്ടിൻ്റെ ഭാഗത്തുണ്ടല്ലോ, അവിടെ നമുക്ക് കുറച്ച് ഫാബ്രിക് ഗ്ലൂ വെച്ച് കൊടുക്കാം. അതിലോട്ട് നമുക്ക് ഇതുപോലെ ഒരു പേള് വെച്ച് കൊടുക്കാം. അടുത്ത സൈഡിലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ബാക്ക് വശത്തായിട്ട് നമുക്ക് കുറച്ച് ഫാബ്രിക് ഗ്ലൂ വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ ക്ലിപ്പിൻ്റെ ഒരു ഇതെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ബാക്കിലോട്ടും ഇതുപോലെ ഫാബ്രിക് ഗ്ലൂ തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. നന്നായി ഒന്ന് അമർത്തിയിട്ട് കുറച്ച് നേരം പിടിക്കുക. അപ്പോൾ ഇത് ഒട്ടിക്കോളും. ഇപ്പം നമ്മുടെ മിഠായിയുടെ ഷേപ്പിലുള്ള ഹെയർ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് പോർഷൻ ദാ ഇതുപോലെയാണ് വരുന്നത്, ഫ്രണ്ട് പോർഷൻ ഇതുപോലെയും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.